ഇതിൽ ഫസ്റ്റ് ഉള്ളതാണ് ലെഡ്ജർ ഗ്രൂപ്പ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലെഡ്ജർ ഗ്രൂപ്പ് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ് പർച്ചേസ്. നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരുന്നതായിട്ടാണ് ഈ പർച്ചേസും വേജൊക്കെ, അതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ് സെയിൽസ്, അത് ഡയറക്റ്റ് ഇൻകാണ്. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റാണ് സാലറി, ഡിപ്രീസിയേഷൻ, സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വന്ന എന്താണ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, അതൊക്കെ ഇൻഡയറക്റ്റ് ഇൻകാണ്. ഇനി 16ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് വൗച്ചർ യൂസ്ഡ് ഫോർ റെക്ടിഫിക്കേഷൻ എൻട്രീസ്. അതിന് വിളിക്കുന്നതാണ് ജേണൽ വൗച്ചർ. പഠിക്കാട്ടോ. പിന്നെ എലമെൻറ്റ് ഓഫ് ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എലമെൻ്റ്, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും കേട്ടോ. അപ്പോൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചാർട്ട് ഏരിയ, ഡാറ്റ പോയിൻ്റ്, ലെജൻഡ് 1 മാർക്കിന് വരാറുണ്ട് കേട്ടോ. ലെജൻഡ്, ചാർട്ട്, ടൈറ്റിൽ, ഇതിൽ ഏതെങ്കിലും 3 എക്സ്പ്ലനേഷൻ പഠിക്കും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാർട്ട് ഓർ ഗ്രാഫ് ഉണ്ട്. അതിൽ കോളം ചാർട്ട്, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, അതിൻ്റെ ഉള്ളിലത്തൊക്കെ പഠിക്കുക. ഒരു 3 ചാർട്ടിങ് നന്നായിട്ട് പഠിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഒരു ലിബർ ഓഫീസ് കാൽക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ചോദിക്കുന്നുണ്ട്. അതും കറക്റ്റ്, ഫോർമാറ്റ് കറക്റ്റ്, ആ ഒരു ഓർഡർ പഠിച്ച് വയ്ക്കുക. പിന്നെ അഡ്വാൻറ്റേജ്, ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ക്രിയേറ്റ് വിഷ്വൽ അപ്പീൽ, റീഡ് ദ ഡാറ്റ ഈസിലി, അനലൈസ് ചെയ്യാൻ, ഇൻ്ററാക്ട് ചെയ്യാനും, ഡാറ്റ ക്വിക്കായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും, ട്രെൻഡൊക്കെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു പഠിച്ച് വയ്ക്കുക കേട്ടോ. അതുപോലെ പ്രസൻറ്റ് ഹ്യൂജ് ഡാറ്റ, ലിമിറ്റഡ് സ്പേസോട് കൂടിയിട്ട് വലിയ ഡാറ്റയൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ലെസ് ടൈം ആൻഡ് എഫേർട്ട് മതി, അതൊക്കെ പഠിക്കാൻ നോക്കുക. പിന്നെ നെക്സ്റ്റ് 1 മാർക്കിനൊക്കെ വരും ചാർട്ട് ഡിസ്പ്ലേ ഡാറ്റ ആൻഡ് റിങ്ങിൽ ഡിസ്പ്ലേ ചെയ്യണ ഡാറ്റ ഏതാ ചോദിച്ചാൽ ഡോണറ്റ് ചാർട്ട്. ഇപ്പം ചാർട്ട് കണ്ടെയ്നിങ് ഓൺലി 1 ഡാറ്റ സീരീസ് ആണെങ്കിൽ അത് പൈ ചാർട്ട്. ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചാർട്ട് ലൈൻ ചാർട്ട്. വെർട്ടിക്കൽ ബാറിലുള്ള ചാർട്ടാണ് കോളം ചാർട്ട്. ഹൊറിസോണ്ടലുള്ള ചാർട്ടാണ് ബാർ ചാർട്ട്. അത് നന്നായി പഠിക്കുക കേട്ടോ. പിന്നെ പേറോൾ കമ്പോണൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. അതിൽ 3 ഫോർമുല പഠിക്കണ്ടോ. ഒന്ന് ഏണിങ് എന്ന് വെച്ചാൽ നമുക്ക് ബേസിക് പേ കിട്ടും. അതിൻ്റെ ഒപ്പം ഗ്രേഡ് പേ, ഡിയർനെസ് അലവൻസ്, ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, ഇതൊക്കെ കൂട്ടി കിട്ടണതാണ് നമ്മുടെ ഏണിങ്സ്. പിന്നെ നമ്മളുടെ ഏണിങ്സ് കിട്ടണമെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ വരും. അതാണ് അടുത്ത ഫോർമുല കേട്ടോ. ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. PF പ്രൊവിഡൻറ്റ് ഫണ്ട്, PT പ്രൊഫഷണൽ ടാക്സ്, പിന്നെ TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, ലോണൊക്കെ അത് കറക്റ്റ് പഠിക്കുക. പിന്നെ ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ എല്ലാ ഏണിങ്സിനും വിളിക്കുന്നതാണ് ഗ്രോസ് സാലറി. ഇപ്പോൾ നെറ്റ് സാലറി ഒക്കെ 1 മാർക്കിന് വരാം. ഇപ്പോൾ 3 മാർക്കിന് ഇതിൽ കമ്പോണൻറ്റ് ഫുൾ ചെയ്താൽ വന്നാൽ ഇത് ഫുൾ ചെയ്താൽ. നെറ്റ് സാലറിയുടെ ഫോർമുല എന്താ? ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് ഫുൾ എഴുതി വയ്ക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാഠത്തിൽ ഇതന്നെ പഠിക്കാനുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിൻടാക്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് SLN, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ അല്ലേ, അത് പഠിക്കുക. DB ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൻ്റെ, PMT നമ്മുടെ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആയിട്ട് അടയ്ക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൽ ഫംഗ്ഷൻ്റെ പേരും പഠിച്ചു വയ്ക്കുക. പിന്നെ അതിൻ്റെ സിൻടാക്സുകൾ, പിന്നെ അടിയിൽ കൊടുത്തിട്ടുള്ള ടു ഡി, നൗ, കൗണ്ട്, ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മീനിങ്ങും സിൻടാക്സും നന്നായിട്ട്, സിൻടാക്സാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്, അത് പഠിക്കും കേട്ടോ. ഫീച്ചേഴ്സ് ഓഫ് ലിബർ ഓഫീസ് കാൽക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സ്പ്ലനേഷൻ പറ്റണവർ പഠിക്കാം. 3 എണ്ണത്തിൻ്റെങ്കിലും. ഈസി കാൽക്കുലേഷൻ, വാട്ട് ഇഫ് കാൽക്കുലേഷൻ, സർവേസ് ഡാറ്റാബേസ്, ഡൈനാമിക് ചാർട്ട്. പിന്നെ 25 അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് സെല്ലെന്ന് പറഞ്ഞാൽ റോയും കോളും ഇൻ്റർസെക്റ്റ് ചെയ്യണതാണ് സെല്ല്. സെല്ലുകളുടെ കൂട്ടത്തെ വിളിക്കുന്നതാണ് റേഞ്ച്. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഈസ് കോൾഡ് റേഞ്ച്. പിന്നെ പിവറ്റ് ടേബിളിൻ്റെ യൂസസ് ചോദിക്കാറുണ്ട്. ഡാറ്റ ക്യാൻ ബി ഓർഗനൈസ് ചെയ്യാൻ, സമ്മറൈസ് ചെയ്യാൻ ഡാറ്റേനെ, റിക്വയർഡ് ഡാറ്റ ഈസ് അവൈലബിൾ ആക്കാൻ, ക്വിക്ക് ആൻഡ് ഈസിലി അവൈലബിൾ ഓഫ് ഡാറ്റ.
പിന്നെ 27ാമത്തെ ക്വസ്റ്റ്യനിൽ ആബ്സല്യൂട്ട് സെൽ റെഫറൻസും മിക്സ്ഡ് സെൽ റെഫറൻസും എഴുതാനാണ്. ആബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ A5, അപ്പോൾ എയുടെ മുന്നിലും ആ ഡോളർ സിമ്പിൾ ഇടണം, എ കഴിഞ്ഞിട്ടും ഡോളർ സിമ്പിൾ ഇടണം. മിക്സ്ഡ് സെൽ റെഫറൻസ് ആണെങ്കിൽ A5 എന്ന് പറയുമ്പോൾ വെറുതെ ഫസ്റ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, ഡോളർ സിമ്പിൾ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ രണ്ടാളും നടുവിൽ മാത്രമായിട്ട് ഇടാം. രണ്ട് രീതിയിലും ഇട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് സിസ്റ്റം ഡേറ്റ് കാണിക്കണ ഫംഗ്ഷൻ ഏതാ ചോദിക്കും. ഫംഗ്ഷൻ വിച്ച് ഡിസ്പ്ലേ കറണ്ട് സിസ്റ്റം ഡേറ്റ് ടുഡേ ഫംഗ്ഷനാണ്. അതുപോലെ പ്രീ ഡിഫൈൻഡ് ഫോർമുല എന്നറിയപ്പെടുന്നത് ഫംഗ്ഷനാണ്. ഈച്ച് സെൽ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ഐഡൻറ്റിഫൈഡ് വിത്ത് യുണീക്ക് നെയിം ഈസ് കോൾഡ് സെൽ അഡ്രസ്സ്. ഓരോ സെൽ അഡ്രസ്സ് കാണാനുള്ളത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നോക്കിയിട്ട് പഠിക്കാം. പിന്നെ ഡേറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺവേർട്ട് ചെയ്യാണ്, ഒരു സംഭവത്തിന് ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഡിഫോൾട്ട് ബേസ്ഡ് യൂസ് ടു ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ ഇൻ എ ലിബർ ഓഫീസ് കാൽക്ക് 30/12/1899 അങ്ങനെ ഒരു ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് ഡേറ്റ് വാല്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അത് ഒന്ന് പഠിക്കും. പിന്നെ അത് കറക്റ്റ് അതൊന്ന് പഠിച്ചു വയ്ക്കും കേട്ടോ. പിന്നെ അഡ്വാൻറ്റേജ് ഓർ മെറിറ്റ് ഓഫ് ഓർ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്, 6 പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിൻ്റെ ഉള്ളിലത്തെ പഠിച്ച് വെക്കണം, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ഡാറ്റ ഓഡിറ്റ്, പാസ്വേഡ്, ഡാറ്റ വാലറ്റ്. നെക്സ്റ്റ് കമ്പോണൻറ്റിൻ്റെ ഉള്ളിലത്തെ പഠിച്ച് വെക്കണം കേട്ടോ. കമ്പോണൻറ്റ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഫസ്റ്റ് ചാപ്റ്ററാണ്. പീപ്പിൾ, ഡാറ്റ, പ്രൊസീജിയർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. കോഡിഫിക്കേഷൻ എപ്പോഴും 1 മാർക്കിന് വരാറുള്ളത്, അത് 100 മുതൽ 200 വരെ കാണിക്കും. എന്നിട്ട് അത് ഏത് കോഡാണ് ചോദിക്കും, അപ്പോൾ അത് ബ്ലോക്ക് കോഡാണ്. അതുപോലെ 1, 2, 3 ഒക്കെ എഴുതിയിട്ട് തരികയാണെങ്കിൽ ഓർഡർ ഉണ്ടെങ്കിൽ അത് സീക്വൻഷ്യൽ കോഡാണ്. അതുപോലെ TVC കണ്ട ഷോർട്ടായിട്ട് കൊടുത്തു, അത് ന്യൂമോണിക് കോഡാണ്. ഏതും ചെറിയതാക്കിയിട്ട് എഴുതാനായിട്ട് ആൽഫബറ്റോ സിമ്പിൾസോ യൂസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ന്യൂമോണിക് കോഡ്. പിന്നെ SQL ഫുൾ ഫോം സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. വർക്ക് ബുക്ക് എന്ന് വെച്ചാൽ വർക്ക് ബുക്ക് ഈസ് എ കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ്, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കും. ജിനുകാട്ടിയുടെ ഫീച്ചേഴ്സ് പഠിക്കണം കേട്ടോ. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാ ചോദിക്കും, ജിനുകാട്ടിയാണ്. ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റമാണ്. സോഴ്സ് ഡോക്യുമെൻറ്റ് ക്യാൻ ബി അറ്റാച്ച്ഡ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഡാറ്റ ഫ്രം സ്പ്രെഡ്ഷീറ്റ്. പാസ്വേഡ് സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ ഓഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ എല്ലാ കീസും പഠിക്കുക. കീസിൻ്റെ ഉള്ളിലത്തുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് പഠിക്കണം. ഫുള്ള് ഡാഷ് ഇട്ടിട്ട് വരും, അത് കംപ്ലീറ്റ് പഠിക്കുക. പിന്നെ ജിനുകാട്ടാരെ ക്രിയേറ്റ് ഓർഗനൈസേഷൻ ക്രിയേറ്റുള്ള പ്രൊസീജിയേഴ്സും ഒന്ന് നോക്കി വയ്ക്കും കേട്ടോ.